ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇപ്പോഴും കീം പ്രോസസ്സിനെ പറ്റി, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, കിട്ടിയവരോ കിട്ടാത്തവരോ ആണ്. പക്ഷെ ഇപ്പോൾ കിട്ടിയ കോളേജുകളിൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും, അതിന് അല്ല ഹയർ ഓപ്ഷൻസ് കിട്ടാൻ ആഗ്രഹമുള്ളവരുണ്ടാകും, ഇതുവരെയും വരാത്തവർക്ക് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക മക്കളെ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെ കംപ്ലീറ്റ് A to Z ട്യൂഷൻ വൈസ് സപ്പോർട്ട് ഉൾപ്പെടെ ഞങ്ങൾ തരുന്നതായിരിക്കും, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗുകാർക്ക്. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തോ, വളരെ വളരെ മസ്റ്റാണ്. കാരണം ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് തന്നെ വരാം, വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് തന്നെ മതി, അത് എത്രാമത്തെ ഓപ്ഷനോ ആയിക്കോട്ടെ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ അടുത്ത എഡിറ്റ് ഓപ്ഷൻ വരുമ്പോൾ, അതായത് ഓപ്ഷൻ കൺഫർമേഷൻ വരുമ്പോൾ 12-ാം തീയതിക്ക് ശേഷമായിരിക്കും സാധാരണ വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലോട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയെങ്കിൽ വേണ്ട, ജസ്റ്റ് അതുപോലെ തന്നെ വെച്ചേക്കുക, നോ പ്രോബ്ലം. ഓപ്ഷൻ കൺഫർമേഷൻ മാത്രം കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷൻ ആണോ കിട്ടിയത് അത് മതി എങ്കിൽ മുകളിലോട്ടുള്ള എല്ലാം ഡിലീറ്റ് ചെയ്യുക, ഓപ്ഷൻ കൺഫേം ചെയ്യുക, സേവ് ചെയ്യുക. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. സെക്കൻഡ് അലോട്ട്മെന്റിലേക്കും അത് ലോക്കായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് 4-ാമത്തെ 5-ാമത്തെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണ്ടത് 1-ാമത്തെ 2-ാമത്തെയൊക്കെ ഓപ്ഷനാണ്. അങ്ങനെയുള്ളവരെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ ലൈവായിട്ട് ഇടുക, ലൈവായിട്ട് ഇട്ടിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. അതാണ് നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ വരാൻ നേരത്ത് ചെയ്യേണ്ട അതേ കാര്യം. അതായത് നിങ്ങൾക്കിപ്പോൾ 4-ാമത്തെ 5-ാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങൾ ഫീസും അടച്ചു. അത് കഴിഞ്ഞ് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുന്നതിലൂടെ നിങ്ങൾ പറയുകയാണ്, എനിക്ക് 4-ാമത്തെയാണ് കിട്ടിയത്, സ്റ്റിൽ എനിക്ക് മുകളിലോട്ടുള്ള 3 വേണം, അതും ഈ ഓർഡറിൽ തന്നെ വേണം. ലോക്ക് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാണ്, മുകളിലോട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം കിട്ടിയത് 4-ാമത്തെ 5-ാമത്തെയൊക്കെയാണ്. മുകളിലുള്ള 1, 2 എനിക്ക് വേണ്ട, പകരം 3, 4 ഒക്കെ ആദ്യം പരിഗണിക്കുകയും വേണം. അങ്ങനെയുള്ളെങ്കിൽ എന്താ ചെയ്യാം? ഈ സമയത്ത് ഈ നമ്മുടെ കീം കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആകും, ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയത് നിങ്ങൾ ലോക്ക് ചെയ്ത് എന്ത് ചെയ്തു? നിങ്ങൾ ഫീസ് അടച്ചു. മുകളിലോട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ 1-ാമത്തെ 2-ാമത്തെ വേണ്ട, തട്ടിയേക്കുക, അതിനെ എന്താ തൂക്കുക, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് 3, 4 ആണ് വേണ്ടത്, അതിന് 4-ാമത്തെ ആദ്യം വേണം, 3-ാമത്തെ 2-ാമത് മതി. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ അത് 2 ഡിലീറ്റ് ചെയ്തു. പിന്നെ ആകെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? നിങ്ങൾ 3-ാമത്തെ ഓപ്ഷനെ റീ ഓർഡർ ചെയ്ത് 1-ാം സ്ഥാനത്ത് വെക്കുന്നു. അടുത്ത ഓപ്ഷന് 4-ാമത്തെയോ 5-ാമത്തെയോ ഓപ്ഷനെ 2-ാമത് വെക്കുന്നു. ബാക്കി 2 ഡിലീറ്റ് ചെയ്തു. ഞാൻ സംഭവം പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ 10-ാമത്തെ അലോട്ട്മെന്റ് ഓപ്ഷനാണ് കിട്ടിയത്, മുകളിലോട്ടുള്ള 9 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണം എന്നുള്ള ഓർഡറിൽ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഓപ്ഷൻ കൺഫേം ചെയ്യാം, സേവ് ചെയ്യാം. അതിലൂടെ നിങ്ങൾ പറയാണ്, അടുത്ത അലോട്ട്മെന്റിൽ ഞാനിപ്പോൾ ഫീസ് അടച്ചു, ഓക്കെ, പക്ഷെ എന്നെ അടുത്ത അലോട്ട്മെന്റിൽ ഇതേ ഓർഡറിലുള്ള കോളേജുകളിൽ എന്നെ പരിഗണിക്കണം, അതിനുവേണ്ടി ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കുകയാണ്, ഓപ്ഷൻസ് കൺഫേം ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ ആരും കോളേജിൽ പോയി ചേരാൻ നിൽക്കേണ്ട, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇപ്പോൾ ഫീസ് അടച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ഫീസ് അടച്ചത് വെച്ചാൽ ആ കോളേജ് കൺഫേം ചെയ്യാനല്ല, നിങ്ങൾക്ക് അലോട്ട്മെന്റിലേക്ക് സിഇക്ക് കൺഫേം ചെയ്യാനാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ പറഞ്ഞ പോലെ അതേ കോളേജ് തന്നെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നെക്സ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ മുകളിലോട്ടുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യാനുള്ള, അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പേടി വേണ്ട. ഓക്കെ, ദെൻ ഇപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന ഈ ഫീസ് ഉണ്ടല്ലോ, ഈ ഫീസ് ഇനി അങ്ങോട്ടുള്ള ട്യൂഷൻ ഫീലൊക്കെ മെർജ് ചെയ്ത് പോകുന്ന, അതായത് അതിൽ വകവയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കയ്യിൽ പൈസ അഡീഷണൽ ആയിട്ട് പോകുമോ എന്നുള്ള പേടിയും വേണ്ട. ഫീ വേവിയർക്കാർക്കൊക്കെ ആണെങ്കിൽ അതിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? റീഫണ്ടും കിട്ടും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം അടച്ച 2000 രൂപയിലേക്ക് കീം രജിസ്ട്രേഷൻ അത് അവിടെ തന്നെ നിൽക്കട്ടെ. അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് വരുന്ന വഴി അറിയിക്കാം. ഓരോ വർഷവും അതിൽ ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ഒരുപാട് പേരുടെ ചോദ്യമാണ്, സാറേ എനിക്ക് 4-ാമത്തെ ഓപ്ഷൻ കിട്ടി, താഴോട്ടുള്ള ഓപ്ഷൻസ് എങ്ങനെയെങ്കിലും എനിക്ക് മുകളിലോട്ടാക്കാൻ പറ്റുമോ? തൽക്കാലം നിങ്ങൾക്ക് ഇത് പറ്റില്ല. പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞ് ഒന്നുകിൽ തേർഡ് അലോട്ട്മെന്റിന് മുമ്പോ, ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പോ, ഇനി അഥവാ തേർഡ് അലോട്ട്മെന്റിന് പകരം സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് ഉണ്ടാകും. അതായത് അവിടെ ഇവിടെ ഓരോ വേക്കൻസികൾ വരും, അതിനെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിളിക്കാറുണ്ട്. ആ സമയത്ത് ഇപ്പോൾ താഴോട്ടായി പോയ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവില്ല, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതുൾപ്പെടെ നിങ്ങൾക്ക് ചേർത്തുകൊണ്ട് ഫ്രഷ് ആയിട്ട്, ഇനി അഡീഷണൽ ഫീസ് ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ടി വരില്ല കേട്ടോ, ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. സോ അത് വെയിറ്റ് ചെയ്യാം. ഇനി അതിലും കിട്ടിയില്ലെങ്കിലോ
ചാൻസ് ഉണ്ട്. സ്പോട്ട് അഡ്മിഷൻ, നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലുമൊക്കെ ഒരു കോളേജിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവസാനം ഓരോ കോളേജ് വെബ്സൈറ്റിലും പ്രധാനമായിട്ടും എന്താണ്, ഗവൺമെന്റ് ആണ്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും മാനേജ്മെന്റ് സീറ്റിലും സെൽഫ് ഫിനാൻസിംഗിലും പോയി എടുത്തിട്ട് സ്പോട്ട് അഡ്മിഷന് പോകണമെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ NOC സർട്ടിഫിക്കറ്റ് വേണം. അത് കിട്ടിയാൽ ഓക്കെ. അതല്ലാത്ത പക്ഷം ഗവൺമെന്റ് കോളേജിലുള്ളവർക്കാണ് പ്രധാനമായിട്ടും പങ്കെടുക്കാൻ പറ്റുന്നത്. അതാത് കോളേജുകളിലെ അലോട്ട്മെന്റ് സ്പോട്ട് അഡ്മിഷൻ, അതായത് അവിടുത്തെ വേക്കൻസികൾ അവിടെ അപ്പോൾ ഹാജരായിട്ടുള്ളവരിൽ നിന്ന് കീം റാങ്കും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കി റിസർവേഷൻ ബേസ്ഡ് നിങ്ങൾക്ക് സീറ്റ് തരും. അപ്പോൾ അവിടുത്തെ കോളേജ് അഡ്മിഷൻ റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചേരാൻ പറ്റും. സിമ്പിളാണ് കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഞാൻ തീരെ വീണ്ടും പറയുന്നത്, ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും വന്നിട്ട് സർ ഇതൊക്കെ കഴിഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, വിട്ടുപോയി, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിച്ച് ഒരുപാട് പേരുണ്ട്. സോ ആ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.